100 വർഷം മുൻപ് 1924 ഇതേപോലെ ഒരു ജൂലൈ മാസം. ഇന്ന് നമ്മൾ കാണുന്ന മൂന്നാർ ആയിരുന്നില്ല അത്. ഏതോ യൂറോപ്യൻ ഗ്രാമത്തിന്റെ ചാരുതയുള്ള അക്കാലത്തെ ഏറ്റവും വരേണ്യവും ആധുനികവുമായ പട്ടണമായിരുന്നു. ഒരു നൂറ്റാണ്ടിന് മുൻപേ അതിന്റെ ചുറ്റുവട്ടത്തോട് തീവണ്ടിയും കുന്നുകളിലൂടെ വലിച്ചു കെട്ടിയ റോപ്പ് വേ, തേയില ബണ്ടുകൾ നീങ്ങിയ കേബിൾ കാറുകൾ, ആഡംബര ബംഗ്ലാവുകളും കടൽ കടന്നു വന്ന മോട്ടോർ കാറുകളും ആ മലമുകളിൽ നിറയുമ്പോൾ കേരളം അന്നും സാമൂഹികമായി 2 നൂറ്റാണ്ടെങ്കിലും പിറകിലായിരുന്നു. ബ്രിട്ടീഷുകാരിലെ എലൈറ്റുകൾക്ക് മദ്രാസിലെയും ട്രാവൻകൂറിലെയും ചൂട് നിറഞ്ഞ കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനും യൂറോപ്പിലെ തങ്ങളുടെ നാടിന്റെ ഭംഗിയും തണുപ്പും ഗൃഹാതുരത്വവും അനുഭവിക്കാനും പടുത്തുയർത്തിയ മൂന്നാറിനെ അതിനൊക്കെയും മുകളിൽ അനശ്വരതയിലേക്ക് ഉയർത്തിയ വേറെയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. സ്കോട്ട്ലൻഡിന്റെ ഭൂപ്രകൃതിയെ അനുസ്മരിപ്പിക്കുന്ന കുന്നിൻ ചെരുവുകളിലായിരുന്നു ഇതെന്ന് ഡഗ്ലസ് ഹാമിൽട്ടൺ എഴുതി. സംഗീതം പോലെ ഒഴുകിവരുന്ന മുതിരപ്പുഴയാർ മറ്റു 2 നദികളോട് ചേരുന്നിടത്ത് മൂന്നാർ എന്ന പേരിന് ഉറവയെടുക്കുന്നു. ഈ താഴ്വര ഇംഗ്ലീഷുകാർക്ക് ശരിക്കും ഒരു വെല്ലുവിളിയായിരിക്കും. പ്രകൃതിയോടും വന്യജീവികളോടും പോരടിച്ച് നേടിയ മണ്ണിൽ വിക്ടോറിയൻ ശൈലിയിൽ ഒരു പട്ടണം ഉണ്ടാക്കിയെടുക്കുക അവർ അന്ന് നേരിട്ട പ്രയാസം ചില്ലറയൊന്നുമല്ല. അതിന്റെയൊക്കെ മൂകസാക്ഷിയായി അറിയപ്പെടാതെ പോയ ഒരു അനശ്വര പ്രണയത്തിന് തണലിൽ നിലകൊള്ളുന്ന പഴയ പള്ളിയും മേടയും ഇപ്പോഴും ശേഷിക്കുന്നു. ബിർമിംഗ്ഹാമിലെ ഫാക്ടറികളിൽ നിർമ്മിച്ച് കപ്പലിൽ കൊണ്ടുവന്ന തീവണ്ടി എഞ്ചിനുകളെ 1 നൂറ്റാണ്ട് മുൻപ് ഇരുമ്പുകടത്തിൽ വലിച്ചു കയറ്റി ഈ മലമുകളിൽ എത്തിച്ച പ്രയത്നം ഇന്നും അത്ഭുതപ്പെടുത്തും. ഹാരി പോട്ടറിലെ മാന്ത്രിക ലോകത്ത് നിന്നും ഇറങ്ങി വന്നതുപോലൊരു തീവണ്ടി ചൂളം വിളിച്ച് മൂന്നാർ സ്റ്റേഷന് മുന്നിൽ നിൽക്കുന്ന ഫ്രെയിം എനിക്ക് മനസ്സിൽ സങ്കല്പിക്കാനാവുന്നുണ്ട്. അതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് മാറി മറിയാൻ പോകുന്ന ചരിത്രമാണെന്ന് അന്ന് ആരറിഞ്ഞു. 100 വർഷം മുൻപ് കാലത്തിന്റെ ഫ്രെയിമിൽ നിന്നും അതിനെയെല്ലാം മായ്ച്ചു കളഞ്ഞ ആ ഒരു രാത്രി 1924 ജൂലൈ 28. 16 ദിവസങ്ങളിലായി നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ അന്നായിരുന്നു മൂർധന്യത്തിലെത്തിയത്. മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന കല്ലും മണ്ണും മരങ്ങളും ഇന്ന് മാട്ടുപ്പെട്ടി എന്ന് വിളിക്കുന്ന മലയിടുക്കിൽ അടിഞ്ഞുകൂടിയെന്നോ തനിയെ ഒരണക്കെട്ടായി മാറിയെന്നോ മൂന്നാറിലുള്ള മനുഷ്യർ അറിഞ്ഞില്ല. അവിടുത്തെ ഏറ്റവും പ്രധാന ഇടം പട്ടണത്തിന്റെ സെൻട്രൽ പ്ലാസയായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളും ടെലിഫോൺ വയർലെസ് കേന്ദ്രങ്ങളും തേയില കമ്പനികളുടെ ആസ്ഥാനങ്ങളും ഒക്കെ എപ്പോഴും തിരക്ക് അനുഭവപ്പെടുന്ന നഗരമധ്യം. തുടർന്നുകൊണ്ടേയിരിക്കുന്ന മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെന്നും പട്ടണത്തിലേക്കും തോട്ടങ്ങളിലേക്കും ഇറങ്ങരുതുമെന്നുമുള്ള മുന്നറിയിപ്പ് സന്ദേശങ്ങൾ പരന്നതോടെ ദിവസങ്ങളായി നഗരം വിജനമാണ്. പേടിച്ചരണ്ട വന്യജീവികൾ ഇതിനോടകം കാടിറങ്ങി തേയിലത്തോട്ടങ്ങളിൽ അഭയം തേടിയിരുന്നു. ജൂലൈ 28 രാത്രിയിൽ പതിവിനേക്കാൾ കനത്ത മഴയാണ് ഹൈറേഞ്ചിൽ എങ്ങും പെയ്തത്. പുറത്തേക്കൊന്ന് നോക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ മഴയും തണുപ്പും പടർന്ന് അന്ന് ജനങ്ങളെല്ലാം തങ്ങളുടെ വീടുകൾക്കുള്ളിലും മുറികൾക്കുള്ളിലും ഒതുങ്ങി. ഒരണുബോംബ് പോലെ പ്രകൃതി ഉണ്ടാക്കിയ അണക്കെട്ടും അതിൽ ഭീമൻ തടാകം കണക്കെ കെട്ടി നിർത്തിയ വെള്ളവും തലയ്ക്കുമീത് നിൽക്കുന്നതറിയാതെയാണ് ആ മനുഷ്യജീവനുകൾ ഉറങ്ങിയത്. ഇനി ഒരിക്കലും ഉണരാത്ത നിത്യനിദ്രയിലേക്ക്. അർദ്ധരാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് വെള്ളം താങ്ങാനാകാതെ ആ അണക്കെട്ട് പൊട്ടി. കുത്തിയൊലിച്ചു വന്ന വെള്ളത്തിന് മൂന്നാറിന്റെ അസ്ഥിവാരം വരെ ഒഴുകിക്കൊണ്ടു പോകാനുള്ള കരുത്തുണ്ടായിരുന്നു. ഭൂമി കുലുങ്ങി, പാലങ്ങൾ കടപുഴകി വീണു, ബംഗ്ലാവുകളും ഫാക്ടറികളും റെയിൽവേ സ്റ്റേഷനും മുങ്ങി. ഒഴുക്കിന്റെ ശക്തിയിൽ തീവണ്ടി എഞ്ചിനുകൾ വരെ ഒലിച്ചുപോയി. ഉയർന്നെടുത്ത് കഴിഞ്ഞവർക്ക് മാത്രമായിരുന്നു ജീവൻ ബാക്കിയായത്. വഴികളും ഗതാഗതവും വീടും നഷ്ടപ്പെട്ട് പുറം ലോകവുമായി ബന്ധം തന്നെ അറ്റുപോയ അവരെ വീണ്ടും പട്ടിണിയും രോഗവും കൂടെ വലിച്ചു. ഒടുവിൽ ഒരാഴ്ചയ്ക്ക് ശേഷം വെള്ളം ഇറങ്ങിയപ്പോൾ ശരിക്കും ഒരു പ്രേത നഗരമായി മൂന്നാർ മാറിക്കഴിഞ്ഞിരുന്നു. അന്ന് കൊല്ലപ്പെട്ടവർക്കോ കാണാതായവർക്കോ ഇപ്പോഴും കൃത്യമായ എണ്ണമില്ല. ആ തകർച്ചയിൽ നിന്നും മൂന്നാർ കര കയറിയിരുന്നില്ല. ഇച്ഛാശക്തരായിരുന്ന ഒരുപറ്റം മനുഷ്യർ തങ്ങൾ ഉണ്ടാക്കിയെടുത്ത സ്വപ്ന ലോകത്തെയും കൊണ്ടായിരുന്നു മണ്ണിനടിയിലേക്ക് പോയത്. അവിടെ നഷ്ടപ്പെട്ടതൊന്നും പുനർസൃഷ്ടിക്കുവാനോ മൂന്നാറിനെ തിരിച്ചു കൊണ്ടുവരാനോ ആർക്കും കഴിഞ്ഞില്ല. ഇന്നും നമ്മൾ മൂന്നാർ എന്ന് വിളിച്ചു ചെല്ലുന്നത് പണ്ട് യഥാർത്ഥ നഗരം നിന്നയിടത്തു നിന്നും ഏതാനും കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ആധുനിക നഗരത്തിലേക്കാണ്. എങ്കിലും മുതിരപ്പുഴയാറിന്റെ തീരത്ത് കൂടുന്നു നടന്നാൽ പഴയ നഷ്ടകാലത്തിന്റെ സാക്ഷിയായി വിരലിലെണ്ണാവുന്ന ചില നിർമ്മിതികളെങ്കിലും ശേഷിച്ചത് കാണാം.